ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് ഐശ്വര്യ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് കുർത്തയിലുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഞാനത് നെക്കിലും 2 സ്ലീവ്സിൻ്റെ അറ്റത്തായിട്ടുമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ പാറ്റേൺ വരുന്നത് ഹൈനെക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 1.5 ഇഞ്ച് വീതിയിൽ വരുന്നത് പോലെയാണ് അതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചെയ്തിരിക്കുന്നത് ട്യൂബ്സും ത്രെഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് വരുന്നത്. കാരണം നമുക്ക് ബിഗിനേഴ്സിനൊക്കെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, പക്ഷേ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനകത്ത് ട്യൂബ്സ് നമ്മൾ ചെറിയൊരു ലീഫിൻ്റെ ഷേപ്പിലൊക്കെ വരുന്നത് പോലെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ത്രെഡ് വർക്ക് ആണെങ്കിൽ ഫ്ലവേഴ്സ് ഒന്നും അതിനകത്ത് നമ്മൾ ചെയ്യുന്നില്ല. ഫ്രഞ്ച് നോട്ട്സ് മാത്രമാണ്. പല കളർ ത്രെഡ് വെച്ചിട്ട് ഫ്രഞ്ച് നോട്ട്സ് ആണ് ഫുള്ള് ഫില്ല് ചെയ്ത് വരുന്നത് പോലെയാണ് അതിനൊരു ഡിസൈൻ വരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിലൂടെ കുറച്ച് നമ്മൾ സ്റ്റെമ്മ് വരുന്നത് പോലെ കുറച്ച് സർദോസിയും കൂടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വർക്കിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കുർത്ത നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ജോർജറ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ഇത് കളർ കൊടുത്തിരിക്കുന്നത് റെഡാണ്. അപ്പോൾ നോർമലായിട്ടുള്ള ഒരു കുർത്തയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. 2 സൈഡിൽ സ്ലിറ്റ് വരുന്നത് പോലത്തെ ഒരു കുർത്തയാണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത് നെക്കിലും 2 സ്ലീവ്സിലുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ വർക്ക് ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് ഹൈ നെക്കിലാണ് ഈ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തൊരു 5 ഫ്ലവേഴ്സ് വരുന്നത് പോലെയാണ്. അത് ഗോൾഡൻ ചെറിയ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഫ്ലവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സൈഡിലൂടെ നമ്മൾ സർദോസി കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു സ്റ്റെമ്മ് വരുന്നത് പോലെ. പിന്നെ ബാക്കിയുള്ളത് അതിനെ ഫില്ല് ചെയ്തുകൊണ്ട് 2-3 കളർ ത്രെഡ് വെച്ചിട്ട് ഓറഞ്ചും റോസും റെഡും ത്രെഡ് വെച്ചിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിലൂടെ ഇത് ലൈറ്റ് ഒരു റോസും ബ്ലൂവും ഒരു ഗ്രീനും ഈ 3 കട്ട് ബീഡ്സും ആണ് കളേഴ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഫുള്ള് ഫില്ല് ചെയ്ത് വരുന്നത് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വർക്ക് പാറ്റേൺ വരുന്നത് ഒരു സെൻറ്ററിൽ ഒരു ഫ്ലവർ, പിന്നെ ഒരു 2-3 സ്റ്റെമ്മാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ആ സ്റ്റെമ്മിൻ്റെ സൈഡിലൂടെ ഫ്രഞ്ച് നോട്ടും ഈ കട്ട് ബീഡ്സും നമ്മളൊരു ചെറിയ ലീഫ് പോലെ ആ ഒരു ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സെയിം വർക്ക് നമ്മൾ 2 സ്ലീവ്സിൻ്റെ അറ്റത്തും ചെയ്തിട്ടുണ്ട്. ഒരു 1 ഇഞ്ച് വരുന്നത് പോലെയാണ് ഈ വർക്കിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്ന ത്രെഡുകൾ ഓറഞ്ചും റെഡുമാണ്. ഒരു ഓറഞ്ച് ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ത്രെഡ് നമ്പർ വരുന്നത് 0329 റെഡിൻ്റേത് വരുന്നത് 047. ഈ 2 കളർ ത്രെഡ് മാത്രമേ ഉള്ളൂ. പിന്നെ കട്ട് ബീഡ്സുകൾ എടുത്തിരിക്കുന്നത് ഒരു ഗ്രീൻ ഉണ്ട്, പിന്നെ ഗോൾഡൻ ഉണ്ട്, ലൈറ്റ് ബ്ലൂ ഉണ്ട്, പിന്നെ ഒരു ലൈറ്റ് റോസും ലാവൻഡറും കൂടെ മിക്സ്ഡ് ആയ ഒരു ഷെയ്ഡാണ് വരുന്നത്. ലൈറ്റ് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് വൈറ്റ് പേൾസ് ഉണ്ട്. ഇത് നമുക്ക് കട്ട് ബീഡ്സിൻ്റെ സെൻറ്ററിൽ വെക്കാനുള്ളതാണ്. പിന്നെ അതിലും ഈ പേൾസിൻ്റെ ഔട്ടറിലൂടെ ഞാൻ വെച്ചിരിക്കുന്നത് ഈ കട്ട് ബീഡാണ്. ഇതൊരു മൾട്ടി ഷെയ്ഡ് പോലെയാണ് വരുന്നത്. നോർമലി ഉള്ളതിനേക്കാളും ഇതിനേക്കാളും കുറച്ചും കൂടെ ചെറുതാണിത്. പിന്നെ ഗോൾഡൻ സർദോസി, തിന്നായിട്ടുള്ള സർദോസിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ സ്റ്റെമ്മ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇതിപ്പോൾ ഞാനൊരു ഫ്ലവർ പോലെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു വൈറ്റ് പേൾ കൊടുക്കുക. പിന്നെ അതിൻ്റെ ഔട്ടറിലൂടെ നമ്മൾ ഈ ചെറിയ കട്ട് ബീഡ്സ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഓരോ പെറ്റൽസും ചെയ്തെടുക്കാം. അത് ഞാൻ ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് നീളത്തിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്കൊരു 3 കട്ട് ബീഡ്സ് കൊടുത്താൽ മതി കേട്ടോ.
അതിനുശേഷം അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് 2 എണ്ണം കൊടുക്കുക. അപ്പോൾ നമ്മളിത് സിംഗിളൊരു ഫ്ലവർ പോലെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിൻ്റെ സ്റ്റെമ്മിൽ നമുക്ക് സർദോസി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നല്ല തിന്നായിട്ടുള്ള സർദോസിയാണ് എടുത്തിരിക്കുന്നത്, ഗോൾഡൻ സർദോസി. ജസ്റ്റ് നമുക്കിതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിന് മീൻസ് ഇങ്ങനെ നിങ്ങൾക്ക് കുറച്ച് കേവ് പോലെ വരണമെങ്കിൽ ഇതിവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഇടയിലൂടെ ഫുള്ള് കട്ട് ബീഡ്സും ത്രെഡ്സും വെച്ചിട്ട് ലീഫിൻ്റെ ഷേപ്പിലും അതല്ലാതെ ഒരു 3 എണ്ണം വരുന്നത് പോലെയൊക്കെ ഇടയിൽ വരുന്ന പോലെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് കട്ട് ബീഡ്സ് ജസ്റ്റ് നമുക്ക് ലീഫിൻ്റെ ഷേപ്പിൽ കുറച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ഗ്രീൻ വെച്ചിട്ടാണ് ആദ്യത്തെ ലീഫ് ചെയ്യുന്നത്. നമുക്കിഷ്ടമുള്ള രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ആ ഒരു ഷേപ്പിൽ ലീഫിൻ്റെ ഷേപ്പിൽ ചെയ്തെടുക്കുക. ട്യൂബ്സ് ജസ്റ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം ഒരെണ്ണം ചെയ്തു, പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു 2 ട്യൂബ് കൊടുക്കുക. കുഞ്ഞു കുഞ്ഞു ലീഫാണ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് ഫിനിഷ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അറ്റത്തായിട്ടും ഇതേപോലെ ഒരു കട്ട് ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഷേപ്പിൽ ഇതേപോലെ പിന്നെ നമുക്ക് വേണമെങ്കിൽ സെൻറ്ററിൽ 3 കട്ട് ബീഡ് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ നീളത്തിനനുസരിച്ച് നമുക്ക് ഇപ്പം 3 എണ്ണം കൊടുക്കണമെങ്കിൽ ഒരു ലെയറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള രീതിയിൽ കംഫർട്ടായിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇതിപ്പോൾ ലീഫുണ്ട്, പിന്നെ അല്ലാതെ നമ്മൾ ചുമ്മാ ചെറിയ സ്റ്റിച്ചുകൾ കൊടുക്കുന്നുണ്ട്, ഒരു 3 എണ്ണമൊക്കെ വരുന്നത് പോലെ. അപ്പോൾ അടുത്ത് നമുക്കൊരു ലൈറ്റ് ബ്ലൂവിൽ ചെയ്യാം. ഇത് ആദ്യം ചെയ്തതിനേക്കാളും ഒരു ചെറിയ ലീഫാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബീഡ് കൊടുത്തു, അതിനുശേഷം ഇതിൽ ചെറിയ ലെയറുകളാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് കളർ കോമ്പിനേഷനൊക്കെ നമുക്ക് ഐഡിയാസ് അനുസരിച്ച് ഡിഫറൻസ് ഒക്കെ വരുത്താം. ഇപ്പം നമ്മൾ ഏത് മെറ്റീരിയലാണോ എടുക്കുന്നത് അതിന് മാച്ച് വരുന്ന കളേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് കട്ട് ബീഡ്സും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ഓറഞ്ചും റെഡും
ത്രെഡ് വെച്ചിട്ട് ഫ്രഞ്ച് നോട്ട്സ് പോലെ ചെയ്യുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ത്രെഡിന് പകരം ഈ സെയിം കളർ ബീഡ് കിട്ടുവാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ ത്രെഡും കൂടെ വെച്ചിട്ട് കുറച്ച് ഫ്രഞ്ച് നോട്ട്സ് ലീഫല്ല ഈ ഒരു ഷേപ്പിൽ വരുന്ന പോലെ നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫ്രഞ്ച് നോട്ട്സ് കൊടുക്കാം. ഞാൻ ഈ ലൈറ്റ് പീച്ചും ഓറഞ്ചും കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ ഇത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിത് ചെയ്യാം ആദ്യം. ഇതും നമുക്ക് ലെയർ കൂട്ടി ചെയ്യാം. 3 എണ്ണം ഒരു ലെയറിൽ 3 എണ്ണം വന്നിട്ട് ഈ 2 എണ്ണത്തിൻ്റെ ഉള്ളിലായിട്ട് 2 ലെയറായിട്ട് ചെയ്യാം. എത്ര എണ്ണം നമുക്ക് വേണോ അതിനനുസരിച്ച് നമുക്ക് ഈ ലെയറിൻ്റെ നീളം കൂട്ടി കൊടുക്കാം. ഇപ്പം നമുക്കിതിൻ്റെ ഇടയിൽ സർദോസി കൊടുക്കുമ്പം ഇഷ്ടമുള്ള സ്ഥലത്ത് കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഓരോ ഫ്ലവറിൽ ചിലയിടത്ത് 2 എണ്ണം വരുന്ന പോലെയും ചിലയിടത്ത് 3 സർദോസി ഒക്കെ വരുന്നത് പോലെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അതിൻ്റെ ചേഞ്ചസ് വരുത്താം. ഇതിൻ്റെ പാറ്റേൺ ആണെങ്കിലും നമുക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ആദ്യമേ തന്നെ ഡിസൈൻ ഈ ബീഡ്സ് തുന്നുന്നതിന് മുന്നേ ആയിട്ടും ഈ സർദോസി ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കാം.
ഞാനിതിൽ ഈ ഒരു കളർ ത്രെഡും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് വരുന്നത്. ഇതിൻ്റെ നമ്പർ വരുന്നത് 062 ആണ്. ഓക്കെ, അപ്പം ഇതേപോലെ ഞാനിവിടെ ഒരു 5 ഫ്ലവറാണ് നെക്കിൽ ചെയ്യുന്നത്. അപ്പം ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ലീഫും അതേപോലെ ഒരു 3 എണ്ണമൊക്കെ വരുന്നത് പോലത്തെ ഇങ്ങനെ ഇതുപോലെ കട്ട് ബീഡ്സൊക്കെ കൊടുത്ത്, പിന്നെ ഫ്രഞ്ച് നോട്ടും 3 എണ്ണം കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ 4 എണ്ണം വരുന്ന രീതിയിലും, അല്ലെങ്കിൽ ലീഫിൻ്റെ ഷേപ്പിൽ പോലെ നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്ത് ഇത് ഫുള്ള് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കളർ കോമ്പിനേഷനൊക്കെ ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. കട്ട് ബീഡ്സിൻ്റെ ആയാലും ത്രെഡിൻ്റെ ആയാലും നമ്മൾ ഏതാണോ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അതിന് മാച്ച് വരുന്ന കളേഴ്സ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വർക്കും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങളുടെ കമൻസും അറിയിക്കണം.